ദേ ഞാൻ ഈ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഞങ്ങളെ തക്കാളിച്ചോറ്. തക്കാളിച്ചോറ് എന്ന് പറയാൻ കാരണം ഞങ്ങൾക്ക് ഈ ചോറിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. ഇതിന് സത്യം പറഞ്ഞാൽ ഒരു സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ചിക്കൻ വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഉണ്ടായ ടേസ്റ്റാണ്, ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ഫ്ലേവറായിട്ടുള്ളൊരു ചോറാണ്. ഒരു കാലത്ത് ബിരിയാണിയാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ച് തീറ്റിച്ചിരുന്ന ഒരു കാലം കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കണത് എന്ന് നോക്കിയാലോ. ഞാൻ കുക്കറിലാണ് ചെയ്യുന്നത്. കുക്കറിൽ ചെയ്യുമ്പോൾ നമ്മുടെ റൈസൊക്കെ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക, പിന്നെ കുറച്ച് നെയ്യ് ഒഴിക്കുക, പിന്നെ സ്പൈസസ് 2 പട്ടൻ്റെ പീസ്, ഏലക്ക, തക്കോലം, ഗ്രാമ്പൂ, വലിയ ജീരകം, പിന്നെ ഈ കാണുന്ന ഉള്ളിയും തക്കാളി ഞാൻ ചോപ്പറിലിട്ടാണ്. 2 ഉള്ളിയും 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളിയാണ് മുൻതൂക്കമായിട്ട് നിൽക്കേണ്ടത് കേട്ടോ. പിന്നെ അതിൻ്റെ ടേസ്റ്റാണ് വേണ്ടത്. പിന്നെ സോയാബീൻ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, പിന്നെ ഈ കാണുന്ന നമ്മൾ ഇതിന് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇടുന്നുണ്ട്, ശ്രദ്ധിച്ചോളി കേട്ടോ. ഞാനൊരു കഥ പറഞ്ഞുതരാം. ഈ ചോറിൽ സോയാബീൻ ചേർക്കണ ഒരു കഥ. സോയാബീൻ ചേർക്കണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തമിഴ്നാട്ടിലായിരുന്ന സമയത്ത് എന്നും ചിക്കനും മീനോ മട്ടനോ അങ്ങനെയൊന്നും കിട്ടൂല. ഞായറാഴ്ച ദിവസം പപ്പാക്ക് ലീവുള്ള ദിവസമേ മാർക്കറ്റിൽ പോയിട്ട് ഇതൊക്കെ വാങ്ങിക്കുള്ളൂ. അപ്പോൾ അന്ന് ഫ്രിഡ്ജും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, നമ്മൾ വന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ. അപ്പോൾ ഞങ്ങൾക്ക് ഞായറാഴ്ച എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവും. ഞാൻ അല്ലാത്ത ദിവസം വല്ല ഈ തക്കാളിച്ചോറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സോയാബീൻ ഇട്ടിട്ടാണ് വെക്കുക. അപ്പോൾ ഈ ചോറ് ബിരിയാണിയാണെന്നും ഈ സോയാബീൻ ഇറച്ചിയാണ് എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് ഞങ്ങളെ തീറ്റിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു കഥ ഉണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ സൈഡായിട്ട് ചിക്കനൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഈ തക്കാളിച്ചോറ് വെക്കുമ്പോൾ സോയാബീൻ ഇല്ലാത്തൊരു ചോറ് ഓർക്കാനേ വയ്യ. അപ്പോൾ ഞാൻ ആ സാധനങ്ങളൊക്കെ കുക്കറിലിട്ടിട്ട് 2 വിസിൽ അടിച്ചു. അപ്പോൾ നമ്മൾ മസാല നല്ല പെർഫെക്റ്റായിട്ട് വരും കേട്ടോ. നല്ല സോയാബീനിലൊക്കെ നല്ല മസാല പിടിക്കും. പിന്നെ നമ്മൾ എടുക്കുന്ന അരിക്ക് ഇരട്ടി വെള്ളം, ഇരട്ടി തികച്ചെടുക്കേണ്ട. 1 ഗ്ലാസ് അരിയാണെന്നുണ്ടെങ്കിൽ ഒരു 1.25 ഗ്ലാസ് ഇട്ടാൽ മതി. കാരണം നമ്മൾ മസാലയിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ അരി ഇട്ടു, അതിന് പാകത്തെ വെള്ളം ഒഴിച്ചു, ഉപ്പുണ്ടോ നോക്കുക, പുളി ഉണ്ടോ നോക്കുക. അപ്പോൾ എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടു. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒറ്റ വിസിലിട്ടാൽ മതി. പിന്നെ നമ്മൾ റൈസ് റെഡിയായി കേട്ടോ. ഒറ്റ വിസിലിൽ അത് മതി, കറക്റ്റ് പാചകക്കാരം. അപ്പോൾ ഞാനിതാ പ്രഷറൊക്കെ പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്തു. അപ്പോൾ നമ്മൾ റൈസൊക്കെ നല്ല കറക്റ്റ് പാകത്തെ വേവിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.